മലപ്പുറം തിരൂർ വാളമരുതൂരിലെ വനിതാ കർഷകർ പ്രതിസന്ധിയിൽ. വനിതാ കൂട്ടായ്മ കൃഷി ചെയ്ത വെള്ളരിയും വെണ്ടയും പാടത്ത് കെട്ടിക്കിടക്കുകയാണ്. ആകെ 15 കിലോ വെള്ളരി മാത്രമാണ് കൃഷിവകുപ്പ് ഇവരിൽ നിന്നും ഏറ്റുവാങ്ങിയത്. 20 വനിതകളടങ്ങുന്ന സംഘം ജൈവ പച്ചക്കറി കൃഷി ഇറക്കി. 100 മേനി വിളവെടുപ്പ്. എല്ലാവർക്കും സന്തോഷം. പക്ഷേ ഈ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. കാരണം ഇവരുടെ പച്ചക്കറികൾ വാങ്ങാൻ ആളില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തിരൂർ മംഗലം വാളമരുതൂരിലെ 3 ഏക്കർ പാടത്താണ് വനിതകൾ വെണ്ടയും വെള്ളരിയും കൃഷി ഇറക്കിയത്. നന്നായി പച്ച പിടിച്ചു. വിഷുവിനു മുന്നേ വിളവെടുപ്പ് തുടങ്ങി. അന്ന് നന്നായി വിറ്റുപോയി. ശേഷമുള്ള വിളകളാണ് കെട്ടിക്കിടക്കുന്നത്. 1000 കിലോയോളം വെള്ളരിയാണ് ബാക്കിയായത്. കൃഷിവകുപ്പ് 15 കിലോ വെള്ളരി മാത്രമാണ് ഇവരുടെ അടുത്ത് നിന്ന് ശേഖരിച്ചത്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൃഷി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അത് ഇങ്ങനെ നാശമായി പോണേൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും ആയിട്ട് ഞങ്ങൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് മുളക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെള്ളമില്ലാത്ത കാരണം അത് കരിഞ്ഞു പോണ ഒരു ഘട്ടത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് എന്തായിരുന്നാലും ഈ വെണ്ടയും വെള്ളരി ഞങ്ങൾക്കൊന്ന് വിറ്റ് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്നാണ്. വാങ്ങാൻ ആളില്ലാത്തതിനാൽ വെണ്ട മൂത്ത് തുടങ്ങി. ഈ സമയത്ത് ജൈവ പച്ചക്കറികൾക്ക് നല്ല വില ലഭിക്കും. വ്യാപാരികളാണെങ്കിൽ ഇവരിൽ നിന്ന് പച്ചക്കറി സ്വീകരിക്കുന്നുമില്ല. ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികളാണ് വ്യാപാരികൾക്ക് പ്രിയം. ബന്ധപ്പെട്ടവർ ഇടപെട്ടില്ലെങ്കിൽ ഈ പാവങ്ങളുടെ പച്ചക്കറികളെല്ലാം നശിച്ചു പോകും. ഇവരുടെ അധ്വാനവും സമ്പത്തും എല്ലാം വെള്ളത്തിലാകും. ഇവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. വനിതാ കർഷകർ കൂടിയാണ്. സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. പച്ചക്കറി വിറ്റുപോകാത്തതിനൊപ്പം ചൂട് കൂടി കനത്തതോടെ ഇരട്ടി പ്രതിസന്ധിയിലാണ് കർഷകർ. പ്രതികരണങ്ങളിലേക്ക്. കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. എല്ലാ തരത്തിലും സർക്കാർ ഇത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കൂടുതൽ കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇത് കാരണത്താൽ ഞങ്ങൾ ഇനി കൃഷിയിലേക്ക് വരണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയാണിത്. ഇത്രയും കൃഷി ഇറക്കിയിട്ട് വിളവും ലഭിച്ചു. ഇത് ദിവസവും വെണ്ട വിളവെടുപ്പ് നടത്തുന്നതാണ്. ഞാൻ തന്നെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് കടക്കാരടുത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ കടക്കാർ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിസ്സാരം തള്ളി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞ് കൃഷി ഓഫീസിൽ പറഞ്ഞിട്ടും അവരും അതിന് വേണ്ട ഒരു നടപടി എടുക്കണില്ല. ഒരു 20ഓളം കുടുംബങ്ങൾ ഇതിൽ അമ്മമാർ ഈ കൃഷിക്ക് മുന്നോട്ട് വന്നിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ കൃഷി ഉണ്ടാക്കാൻ പറ്റിയത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഉണങ്ങി ഏകദേശം വെള്ളത്തിൻ്റെ ലഭ്യത കുറവ്, ഇത് വിറ്റുപോകത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം കൃഷിയൊക്കെ നശിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്.